ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. തിരുവോണ ആഘോഷ നിറവിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ. ബന്ധുവീടുകളിൽ സന്ദർശനങ്ങളും സൌഹൃദ കൂട്ടായ്മകളുമായി നാളെ മൂന്നാം ഓണം. അമേരിക്കയുടെ ഉയർന്ന തീരുവ പ്രതികൂലമായി ബാധിച്ച കയറ്റുമതി സ്ഥാപനങ്ങളെ സഹായിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഭൂട്ടാൻ പ്രധാനമന്ത്രി ദാഷോ ഷെറിംഗ് ടോബ്ഗെയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രംഗൂലം ഈ മാസം 9-ന് ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തും. റഷ്യ യുക്രൈൻ സംഘർഷം പരിഹരിക്കുന്നതിൽ സമീപകാലത്തുണ്ടായ പുരോഗതിയെ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ നടന്ന ചർച്ചയിൽ സ്വാഗതം ചെയ്ത ഇന്ത്യ. ഏഷ്യ കപ്പ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യ നാളെ ചൈനയെ നേരിടും. കേരള ക്രിക്കറ്റ് ലീഗിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സ് ഫൈനലിൽ. വാർത്തകൾ വിശദമായി. തിരുവോണ ആഘോഷ നിറവിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ. ചിങ്ങമുണർന്നോണ പൂങ്കിളി പൂക്കളുമായി വന്നിതിലേ പൂവേ പൊലി പൂപ്പൊലി തൻ താളമേളമിന്നിവിടെ. നാടിന്റെ മണവും രുചിയുമുള്ള സ്മരണകൾ നെഞ്ചിലേറ്റിയാണ് ഓണാഘോഷങ്ങൾ പുരോഗമിക്കുന്നത്. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും തിരുവോണാഘോഷങ്ങൾ രാത്രിയും തുടരുകയാണ്. പൂക്കളവും പുത്തൻകോടിയും ഓണസദ്യയും ഒക്കെയായി മലയാളികൾ പൊന്നോണനാൾ ആഘോഷമാക്കി. നാളെ മൂന്നാം ഓണത്തിന് ബന്ധുവീടുകളിൽ സന്ദർശനങ്ങളും സൌഹൃദ കൂട്ടായ്മകളുമായി ആഘോഷങ്ങൾ തുടരും. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് ആകാശത്ത് ദൃശ്യവിസ്മയം ഒരുക്കുന്ന ഡ്രോണുകളുടെ ലൈറ്റ് ഷോയ്ക്ക് ഇന്ന് രാത്രി തിരുവനന്തപുരത്ത് തുടക്കമാകും. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിന് മുകളിലായി 250 അടി ഉയരത്തിൽ രാത്രി 8:45 മുതൽ 9:15 വരെയാണ് ലൈറ്റ് ഷോ നടക്കുക. 3 ദിവസത്തെ ഡ്രോൺ ലൈറ്റ് ഷോയിൽ 1000-ഓളം ഡ്രോണുകൾ ഉണ്ടാകും. തിരുവോണനാളിലെ നോവുന്ന ഒരോർമ്മയാണ് ആറന്മുളക്കാർക്ക് മുറം ചൂടിയ മുത്തശ്ശിക്കഥ. കാരണവർമാർ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി തിരുവോണനാളിൽ ഉണ്ണാവ്രതം അനുഷ്ഠിക്കുകയാണ് ആറന്മുളയിലെ 3 നമ്പൂതിരി ഇല്ലങ്ങളിലെ കാരണവന്മാർ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. മഠത്തിലെ പിന്മുറക്കാരായ കാരണവർമാരാണ് തിരുവോണനാളിൽ ഉപവാസം അനുഷ്ഠിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദരിദ്രർക്ക് നെല്ല് നൽകിയിരുന്ന ചോതിയളവിൽ നെല്ല് വാങ്ങാൻ പ്രായമായ സ്ത്രീ എത്തിയപ്പോഴേക്കും തോരാമഴ കാരണം ചോതിയളവ് നിർത്തിയതായും ഓണമുണ്ണാൻ നെല്ലിനായി മുറവുമായി ഒരു ദിനം മുഴുവൻ കാത്തുനിന്ന അവർ മഴയത്ത് അവിടെ തന്നെ മരിച്ചു വീണതായും ഇതോടെ കണ്ണങ്ങാട്ടു മഠത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടായെന്നുമാണ് പറയപ്പെടുന്നത്. ഇതിന് പ്രതിവിധിയായാണ് അവർ മരിച്ചുകിടന്ന സ്ഥലത്ത് മുറം ചൂടിയ വൃദ്ധസ്ത്രീയുടെ പ്രതിരൂപം വെച്ച് ദിനവും വിളക്ക് കൊളുത്തുകയും ഓണമുണ്ണ പ്രായശ്ചിത്തം അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് എന്നാണ് ഐതിഹ്യം. കൊതിപ്പിക്കുന്ന മധുരം, അതിനൊപ്പം ഗുണവും. മറയൂർ ശർക്കര അത്ര മേന്മയേറിയതാണ്. അതിനാൽ കൂടിയാണ് ഈ തദ്ദേശീയ ശർക്കരയ്ക്ക് ഭൌമസൂചിക പദവി ലഭിച്ചത്. ഈ ഓണത്തിന് മറയൂർ ശർക്കരയ്ക്ക് വിപണിയിൽ ആവശ്യക്കാർ ഏറെയായിരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. കിലോയ്ക്ക് കുറഞ്ഞത് 120 രൂപയ്ക്ക് വരെ ശർക്കര വിറ്റഴിഞ്ഞു. അയൽനാട്ടിൽ നിന്നുൾപ്പെടെ വ്യാജ മറയൂർ ശർക്കര ഈ വർഷവും വിപണിയിൽ എത്തിയിരുന്നു. മുൻ വർഷങ്ങളിൽ വ്യാജം കാരണം മറയൂർ ശർക്കരയുടെ വില വൻതോതിലിടിഞ്ഞ് വ്യാപാരികൾക്ക് വൻ നഷ്ടമാണുണ്ടായത്. എന്നാൽ ഇത്തവണ ഉപഭോക്താക്കൾ വ്യാജനെ തിരിച്ചറിഞ്ഞത് കച്ചവടക്കാർക്ക് നേട്ടമായി. മറ്റ് ശർക്കരയെ അപേക്ഷിച്ച് മധുരഗണങ്ങൾ കൂടുതലാണ് മറയൂർ ശർക്കരയ്ക്ക്. തദ്ദേശീയമായി വിളയുന്ന കരിമ്പിൽ നിന്നാണ് ഉൽപാദനം. മറയൂർ ശർക്കരയിൽ ധാരാളം ആന്റി ഓക്സിഡന്റ്സുമുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനമായ ഇന്ന് മിലാദുൻ നബി ആഘോഷിക്കുന്ന വിശ്വാസികൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു ആശംസകൾ നേർന്നു. ഈ പുണ്യദിനം നമ്മുടെ സമൂഹത്തിൽ സമാധാനവും ക്ഷേമവും കൊണ്ടുവരട്ടെയെന്നും കാരുണ്യം, സേവനം, നീതി എന്നിവയുടെ മൂല്യങ്ങൾ നമ്മെ നയിക്കട്ടെയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. അമേരിക്കയുടെ ഉയർന്ന തീരുവ പ്രതികൂലമായി ബാധിച്ച കയറ്റുമതി സ്ഥാപനങ്ങളെ സഹായിക്കാൻ നടപടികൾ കൈക്കൊണ്ടുവരികയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പരോക്ഷ നികുതി പരിഷ്കാരങ്ങളുടെ ഫലമായി 99% ഉത്പന്നങ്ങളും സേവനങ്ങളും ഇപ്പോൾ 0, 5, 18 എന്നീ നികുതി സ്ലാബുകൾക്കുള്ളിലായി. ഇത് ഉപഭോഗം വർദ്ധിപ്പിക്കുമെന്നും എന്നാൽ മൂലധന ചെലവിനെ ബാധിക്കില്ലെന്നും ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മന്ത്രി പറഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഭൂട്ടാൻ പ്രധാനമന്ത്രി ദാഷോ ഷെറിംഗ് ടോബ്ഗെയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഭൂട്ടാൻ ബന്ധം കൂടുതൽ കരുത്താർജിക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനായാണ് ഭൂട്ടാൻ പ്രധാനമന്ത്രി ബുധനാഴ്ച ഇന്ത്യയിലെത്തിയത്. മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രംഗൂലം ഈ മാസം 9-ന് ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തും. 16 വരെ സന്ദർശനം തുടരും. ഡൽഹിക്ക് പുറമെ മുംബൈ, വാരണാസി, അയോധ്യ, തിരുപ്പതി എന്നിവിടങ്ങളും അദ്ദേഹം സന്ദർശിക്കുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഓസ്ട്രേലിയയിൽ സമീപ ദിവസങ്ങളിൽ നടന്ന കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം സംബന്ധിച്ച് അവിടുത്തെ സർക്കാരുമായി നിരന്തരം ബന്ധപ്പെട്ട് വരികയാണെന്നും അദ്ദേഹം അറിയിച്ചു.
റഷ്യ യുക്രൈൻ സംഘർഷം പരിഹരിക്കുന്നതിൽ സമീപകാലത്തുണ്ടായ പുരോഗതിയെ സ്വാഗതം ചെയ്ത ഇന്ത്യ സംഘർഷം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്ര പൊതുസഭയിൽ നടന്ന ചർച്ചയിലാണ് ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ മാസം നടന്ന ട്രംപ് പുടിൻ അലാസ്ക ഉച്ചകോടിയെയും ഇന്ത്യ സ്വാഗതം ചെയ്തു. സംഘർഷം പരിഹരിക്കുന്നതിന് സംഭാഷണത്തിന്റെയും നയതന്ത്രത്തിന്റെയും വഴി തേടണമെന്ന് ഇന്ത്യ നിർദ്ദേശിച്ചു. സമാധാന ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമർ സെലൻസ്കി, റഷ്യൻ പ്രസിഡന്റ് പുടിൻ അടക്കമുള്ളവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിവരുന്ന ചർച്ചകൾ അദ്ദേഹം പരാമർശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. പെൺകുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുകയെന്നതാണ് വനിതകളുടെ നേതൃത്വത്തിലുള്ള വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ 2025 ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ സമ്മാനിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഉന്നത വിദ്യാഭ്യാസത്തിൽ പെൺകുട്ടികളുടെ മൊത്ത പ്രവേശന അനുപാതം ഗണ്യമായി വർദ്ധിക്കുന്നതിൽ രാഷ്ട്രപതി സന്തോഷം പ്രകടിപ്പിച്ചു. ഈ വർഷത്തെ ദീപാവലിയോടുകൂടി രാജ്യത്തെ ചരക്ക് സേവന നികുതിയിൽ വലിയ പരിഷ്കാരങ്ങൾ വരുമെന്ന് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയിരുന്നു. വിദ്യാഭ്യാസ മേഖലയിലടക്കം നിരവധി നികുതി പരിഷ്കാരങ്ങളാണ് ഇതോടെ രാജ്യത്ത് നിലവിൽ വരുന്നത്. ഒരു റിപ്പോർട്ട്. നിരവധി പഠനോപകരണങ്ങളെ GST പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് GST കൌൺസിൽ അംഗീകാരം നൽകിയിട്ടുണ്ട്. പെൻസിൽ, ഗ്ലോബുകൾ, ലബോറട്ടറി നോട്ട്ബുക്കുകൾ തുടങ്ങിയവ ഇനി മുതൽ നികുതിരഹിതമായിരിക്കും. മുൻപ് 12% GST ആണ് ഇവയ്ക്കുമേൽ ചുമത്തിയിരുന്നത്. ജിയോമെട്രി, കളർ ബോക്സുകൾക്ക് ഇനി മുതൽ 5% മാത്രം നികുതി നൽകിയാൽ മതിയാകും. വിദ്യാഭ്യാസ ചെലവുകൾ കുറയ്ക്കാൻ ഈ തീരുമാനം സഹായകമാകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അഭിപ്രായപ്പെട്ടു. जिसमें विशेष करके भारत की सामान्य लोग, भारत की मध्यवर्गीय, भारत की उद्योग, अनेक उपकरण का एजुकेशन इंस्ट्रूमेंट की बहुत सस्ता हुई है. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഇളവ് നൽകാനുള്ള തീരുമാനം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും മാത്രമല്ല ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഗുണം ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. അംഗീകാർ 2025 പ്രചാരണത്തിന് തുടക്കമിട്ട് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാൽ. പ്രധാനമന്ത്രി ആവാസ് യോജന അർബനെപ്പറ്റി ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുകയാണ് ലക്ഷ്യം. ഭവന നിർമ്മാണ അപേക്ഷകളുടെ പരിശോധന, അനുമതി ലഭിച്ച വീടുകളുടെ നിർമ്മാണ പൂർത്തീകരണം എന്നിവയ്ക്ക് അംഗീകാർ 2025 വേഗം പകരും. PMAYU പദ്ധതിക്ക് കീഴിൽ അംഗീകാരം ലഭിച്ച 1.2 കോടി വീടുകളിൽ 94 ലക്ഷം വീടുകൾ നിർമ്മാണം പൂർത്തിയാക്കി ഗുണഭോക്താക്കൾക്ക് നിലവിൽ കൈമാറിയിട്ടുണ്ട്. കേരള ക്രിക്കറ്റ് ലീഗിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സ് ഫൈനലിൽ. ആദ്യ സെമിയിൽ തൃശൂർ ടൈറ്റൻസിനെതിരെ 10 വിക്കറ്റിനാണ് ഏരീസ് കൊല്ലത്തിന്റെ ജയം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത തൃശൂർ 17.1 ഓവറിൽ 86 റണ്ണിന് എല്ലാവരും പുറത്താവുകയായിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കൊല്ലം 9.5 ഓവറിൽ വിക്കറ്റ് ഒന്നും നഷ്ടമാകാതെ ലക്ഷ്യം മറികടന്നു. ലീഗിലെ രണ്ടാം സെമിയിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സിനെ നേരിടുകയാണ്. ടോസ് നേടിയ കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. മറ്റന്നാളാണ് ഫൈനൽ. ബീഹാറിൽ നടക്കുന്ന ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ നാളെ നടക്കുന്ന സൂപ്പർ 4 മത്സരത്തിൽ ഇന്ത്യ ചൈനയെ നേരിടും. നാളെ വൈകുന്നേരം 7:30 രാജ്ഗീർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം. മറ്റൊരു സൂപ്പർ 4 മത്സരത്തിൽ ദക്ഷിണ കൊറിയ നാളെ മലേഷ്യയെ നേരിടും. ഭൌമതാപ ഊർജ്ജ വിനിയോഗം സംബന്ധിച്ച് പുതിയ നയം രൂപീകരിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര പുനരുപയോഗ ഊർജ്ജമന്ത്രി പ്രഹ്ലാദ് ജോഷി. വ്യവസായ സൌഹൃദമായ ഊർജ്ജ സ്രോതസ് എന്ന നിലയിൽ ഭൌമതാപം മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ടെന്നും ന്യൂഡൽഹിയിൽ ഇത് സംബന്ധിച്ച് നടന്ന യോഗത്തിൽ മന്ത്രി വ്യക്തമാക്കി. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലുള്ള VO ചിദംബരനാർ തുറമുഖത്ത് ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് അടക്കമുള്ള വിവിധ വികസന പദ്ധതികൾ കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത മന്ത്രി സർബാനന്ദ സോനോവാൾ ഉദ്ഘാടനം ചെയ്തു. തുറമുഖ അധിഷ്ഠിത വികസന സംരംഭങ്ങളിലൂടെ ഷിപ്പിംഗ് വ്യവസായം വൻ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണെന്ന് ചടങ്ങിൽ കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. തിരുവോണ ആഘോഷ നിറവിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ. ബന്ധുവീടുകളിൽ സന്ദർശനങ്ങളും സൌഹൃദ കൂട്ടായ്മകളുമായി നാളെ 3ാം ഓണം. അമേരിക്കയുടെ ഉയർന്ന തീരുവ പ്രതികൂലമായി ബാധിച്ച കയറ്റുമതി സ്ഥാപനങ്ങളെ സഹായിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ ഭൂട്ടാൻ പ്രധാനമന്ത്രി ദാഷോ ഷെറിംഗ് ടോബ്ഗെയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രംഗൂലം ഈ മാസം 9 ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തും. റഷ്യ യുക്രൈൻ സംഘർഷം പരിഹരിക്കുന്നതിൽ സമീപകാലത്തുണ്ടായ പുരോഗതിയെ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ നടന്ന ചർച്ചയിൽ സ്വാഗതം ചെയ്ത ഇന്ത്യ. ഏഷ്യ കപ്പ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യ നാളെ ചൈനയെ നേരിടും. കേരള ക്രിക്കറ്റ് ലീഗിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സ് ഫൈനലിൽ.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.